ഹായ്, ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് മഴയ്ക്ക് ശേഷം നമ്മുടെ പറമ്പിലോട്ട് വന്നൊക്കെയാണ്. മഴ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും മഴയാണ്. ഇവിടെ ഈ പോകുന്ന വഴി ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. അതൊരു നടന്നു പോകുന്ന വഴിയായിരുന്നു നമ്മുടെ, അത് ഫുള്ള് വെള്ളം കയറി. ഇവിടെ നമ്മുടെ ഇപ്പോൾ വെച്ച വാഴയൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം പൊടിച്ച് കുറേയൊക്കെ പോയി. ഇപ്പം ഇവിടെയൊക്കെ വെച്ചിരുന്ന വാഴകളൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഏകദേശം എല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ആണ് നമുക്ക് വെള്ളം എത്രത്തോളം കയറി എന്നുള്ളത് മനസ്സിലാകുന്നത്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള്, അതായത് നമ്മുടെ നടന്നു പോണ വരമ്പ് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാണ്. നമ്മുടെ പറമ്പിൽ കൂടെ പോകുന്ന ചാലി അപ്പുറത്തൂടെ ഉള്ള വഴിയൊക്കെ ഫുള്ള് നിറഞ്ഞു പോവുകയാണ്. ഇതുണ്ടോ റോഡ്, അത് ആക്ച്വലി നടന്നു പോകുന്നൊരു വരമ്പായിരുന്നു, അതൊക്കെ ഫുള്ള് വെള്ളം കയറി പോവുകയാണ്. ഇപ്പം അവിടെ മുകളിലോട്ടൊക്കെ ഉള്ള പറമ്പുകളിൽ അത്യാവശ്യം പറമ്പിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് നിൽക്കുന്നുണ്ട്. പണയിൽ ഫുള്ള് വെള്ളം നിറഞ്ഞാണ് മുകളിലോട്ടൊക്കെ നിൽക്കുന്നത്. ഇവിടെ പിന്നെ ഒഴുകി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറും. ഇവിടെയും പണയിൽ വെള്ളം കയറും. പക്ഷേ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒഴുകി പോകണുണ്ട് ഇവിടെയൊക്കെ. ഇവിടുന്ന് മീൻസ് ഭയങ്കര ഒരു ഹെവി മഴയാണെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് വെള്ളം ഫുള്ള് ഒഴുകി അങ്ങ് പോകും. നമ്മൾ വെച്ചാൽ ടിഷ്യൂ കൾച്ചർ വാഴയാണ്, അത് പൊടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അവിടെ ഇപ്പം ഈ വാഴകൾക്ക് എല്ലാം ഇടേണ്ട വളം, കോഴിവളം കൊണ്ടൊന്ന് ഇറക്കിയിട്ടുണ്ട്. മഴയൊന്ന് ഫുള്ള് മാറിയാലേ ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഫുള്ള് ഒഴുകിപ്പോവും. ഒരു പ്രശ്നം, നമ്മുടെ ചാലുകൾക്ക് മറ്റേ ആഴമില്ലാത്തത് കൊണ്ട് അതും വെള്ളം കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആഴം ഭയങ്കര കുറവാണ്. ഇതിനൊക്കെ ഇവിടെ നോക്കിയാൽ അറിയാം എന്തുമാത്രം ഒഴുക്കുണ്ടെന്നുള്ളത്. ഈ ഒരു രീതിയിലോട്ട് നോക്കിയാൽ അറിയാം. മഴയൊന്ന് മാറിയിട്ട് വേണം ബാക്കിയൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ചാലുകളുടെ ആഴം കൂട്ടുന്നതും ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. അതായത് ഭയങ്കര ആയിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതാണ് വെള്ളം ഇപ്പം അന്ന് എടുത്തതിന് ശേഷം പിന്നെ അന്ന് തുടങ്ങിയ മഴ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ടെന്തോ തുടങ്ങിയ മഴയാണ്. അപ്പം ഇന്ന് അടുത്ത ശനിയാഴ്ചയായി. അതിനുശേഷം പിന്നെ ഇവിടെ പണികളൊന്നും നടന്നിട്ടില്ല. ലാസ്റ്റ് വന്ന് ഇവിടെ പുല്ല് പറിച്ചിട്ട് പോയതായിരുന്നു വാഴയുടെ മൂട്ടിൽ. ഇപ്പം ഇവിടെയും പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങി. അവിടെയും നമ്മുടെ പുതിയ വാഴയുടെ അവിടെയും പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ആക്ച്വലി വളം ഇടേണ്ട സമയമായി, 1 മാസമായി വാഴ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായാൽ മാത്രമേ, മഴയൊന്ന് ഒതുങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, വളം ഇട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഇവിടെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 25-ാം തീയതി വെച്ച വാഴകളാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് ഇത്രയും പൊങ്ങി. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു കുറച്ച് മഴ ഉണ്ടായിരുന്നത്. കുറച്ചല്ല, അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വെള്ളം ഇന്ന് പൊങ്ങിയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന, ഇപ്പോൾ ഇന്ന് ശനി, അടുത്ത വെള്ളിയാഴ്ച വരെ ഇതേപോലെ മഴ നിൽക്കുമെന്നാണ് കാലാവസ്ഥ ഇതിൽ പറഞ്ഞത്. അതും കൂടെ നോക്കണം. വാഴയ്ക്കാണെങ്കിൽ വളം ഇടേണ്ട സമയവും ആയി. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ. ബാക്കി ഇനി എന്തായാലും അടുത്ത പരിപാടി ഇനി ഇവിടെ എന്തായാലും വളം ഇടുന്ന പരിപാടിയാണ്. നോക്കാം, മഴയൊന്ന് ഒതുങ്ങിയിട്ട് അതും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ.